സോ നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ പോവാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞത് ഐഡിയൽ ബോസ് സിസ്റ്റം. ഐഡിയൽ ബോസ് സിസ്റ്റമാണ്. അതായത് ബോസ് ഐൻസ്റ്റീൻ പാർട്ടിക്കിൾസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐഡിയൽ ബോസ് സിസ്റ്റം. ഓക്കെ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ബോസ് സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ അതിൽ പറയുന്നുണ്ട്. എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ നമ്മൾ ചെറുതായിട്ട് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഐഡിയൽ ബോസ് സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ തെർമോഡൈനാമിക്സ് ആണ്. പിന്നെ ഒരു സൗണ്ട് വേവിൻ്റെ തെർമോഡൈനാമിക്സ്. ഈ രീതിയിലേക്കാണ് നമ്മൾ സ്റ്റഡി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഫസ്റ്റ് നമുക്കറിയാവുന്ന കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് റിമെമ്പർ ചെയ്യാണ്. ഒന്നാമത് ക്യൂബ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പി വി ഡിവൈഡ് ബൈ കെ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എൻ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a സിഗ്മ എപ്സിലോൺ എൽ എൻ ഓഫ് 1 + a സെറ്റ് e raised to minus beta epsilon. This is the Q function. A is equal to 0 ആണെങ്കിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ആണ്. A is equal to 1 ആണെങ്കിൽ ഫെർമി ഡിറാക്ക്. A is equal to -1 ആണെങ്കിൽ ദാറ്റ് ഈസ് എ ബോസ് ഐൻസ്റ്റീൻ. അതുപോലെ നമ്മൾ നമ്പർ പാർട്ടിക്കിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ എക്സ്പെക്ടേഷൻ ഓഫ് n എപ്സിലോൺ. അതായത് ഇത് സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസാണ്. അതിനെ സമ്മേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ 1 ഡിവൈഡ് ബൈ z⁻⁻1 e⁻ β എപ്സിലോൺ പ്ലസ് a. ഇതിലും ഈ കണ്ടീഷൻ എന്താണ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് റിലേഷൻ നിങ്ങൾക്ക് പഠിച്ച റിലേഷനാണ്. ദിസ് ഈസ് ദ മീൻ ഓക്യുപ്പേഷൻ വാല്യൂ. അതിൻ്റെ സമ്മേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടുക. നമ്മൾ സെക്ഷനിലേക്ക് പോവാണ്. തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ബോസ് സിസ്റ്റം. തെർമോഡൈനാമിക്സ് ഓഫ് ദ ഐഡിയൽ ബോസ് സിസ്റ്റം. എ is equal to -1 ആണ് എന്തിൻ്റെ കേസിൽ, ഐഡിയൽ ബോസ് സിസ്റ്റത്തിൻ്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ Q is equal to PV ഡിവൈഡ് ബൈ KT is equal to minus of sigma epsilon ln of 1 - z e⁻⁻ beta epsilon എന്നതാണ് എന്ത് ക്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ 1 ഡിവൈഡ് ബൈ z⁻⁻1 e⁻ β എപ്സിലോൺ -1. ദിസ് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇനി നമ്മൾ ഫോർ ഈ സിഗ്മനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻറ്റഗ്രേഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. സിഗ്മനെ ഇൻറ്റഗ്രേഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫോർ സിംഗിൾ പാർട്ടിക്കിളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ഡിവൈഡ് ബൈ h³ d ഒമേഗ ഫ്രം 0 to infinity ദാറ്റ് ഈസ് ഈക്വൽ ടു 1/h³ ഇൻ്റഗ്രൽ d3q d3p ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ h³ ഇൻ്റഗ്രൽ d3q എന്ന് പറഞ്ഞാൽ v, d3p എന്ന് പറഞ്ഞാൽ 4πp² ഇൻറ്റു dp. ഇതാണ് സിഗ്മനെ നമ്മൾ എന്തിലേക്ക് മാറ്റുമ്പോൾ, കൺവേർട്ട് ചെയ്യുമ്പോൾ, മൊമെൻ്റം കോർഡിനേറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇത് എടുക്കാനുള്ള കാരണം നമ്മൾ ഫോർ എ ലാർജ് വി, വോളിയം വലുതാണെങ്കിൽ ലാർജ് വി ആണെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് എപ്സിലോൺ വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞത് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിക്കിൾസ് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് വൺ ആയിട്ട് മാറി. അപ്പോൾ നമ്മളാണ് ഈ സിഗ്മ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നത്, ഇൻ്റഗ്രലിലേക്ക് മാറ്റുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ h³ v 4πp² ഇൻറ്റു dp. ഇനി ഇവിടെ ഓക്കെ, ഈ h³ എന്തിനാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒന്നുകൂടി പറയാം. h³ കൊടുക്കുന്നത് ഫോർ n is equal to 1 ആണെങ്കിൽ h3 ആയിരിക്കും. n പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് n ആണെങ്കിൽ h3n ആയിരിക്കും. 3 വരാനുള്ള കാരണം ഒരു പാർട്ടിക്കിളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത്, അതുകൊണ്ടാണ് ഇവിടെ 3 കൊടുക്കുന്നത്. n പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് 3n ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, ഒരു മൈക്രോസ്റ്റേറ്റ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ മിനിമം വോളിയമാണ് എന്ത് h³ എന്ന് പറയുന്നത്. ഒരു മൈക്രോസ്റ്റേറ്റിൻ്റെ മിനിമം വോളിയം.
അത് നമ്മൾ മൈക്രോ കാനോണിക്കൽ എൻസൈമിൻ്റെ കേസിൽ നമ്മൾ പറയുന്നു മിനിമം വോളിയം എന്ന് പറയുന്നത് മിനിമം വോളിയം ഓഫ് 1 മൈക്രോസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ക്യൂബ്. ഓക്കെ, ഒരു 3 ഡയമെൻഷൻ ആണെങ്കിൽ 1 ഡയമെൻഷൻ ആണെങ്കിൽ എച്ച് ആയിരിക്കും ഫോർ എൻ സിംഗിൾ പാർട്ടിക്കിൾ. n പാർട്ടിക്കിൾസ് ആണെങ്കിൽ 3n ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ മിനിമം വോളിയത്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എച്ച് ക്യൂബ് നമ്മൾ കൊടുക്കുന്നത് ഫോർ 1 മൈക്രോസ്റ്റേറ്റ് ഇൻ 3 ഡയമെൻഷനൽ. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു ഓക്കെ, ഈ റിസൾട്ടിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. അതിനാണെങ്കിൽ ക്യൂ ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 becomes Q is equal to PV divided by KT, that is equal to minus of integral summation നമ്മൾ മാറ്റാണ് 1 divided by h cube 4 pi v p square into dp ln of 1 minus z e raised to minus beta epsilon. Okay, this is the value that is equal to ഒന്നുകൂടി ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യാണ് 4 pi v പുറത്തേക്ക് എടുത്തു, എച്ച് ക്യൂബ് മൈനസ് ഉണ്ടാവും, ഇൻ്റഗ്രൽ 0 to infinity p square into dp ln of 1 minus z e raised to minus beta epsilon. ഓക്കെ, ഇവിടെ പിൻ്റെ ടേംസിലാണ്. സോ നമുക്ക് കംപ്ലീറ്റ് എന്തിനേക്ക് മാറ്റാം, ഇനി എനർജീൻ്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റാണ്. ഇൻ്റഗ്രലായിരിക്കും സമ്മേഷനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ, കാരണം കണ്ടിന്യൂസ് ആവുമ്പോൾ, അതുകൊണ്ടാണ് ഇൻ്റഗ്രലാക്കി മാറ്റിയത്. പിന്നെ നമ്മൾ എനർജീൻ്റെ ടേംസിലേക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്, √2m എപ്സിലോൺ ആണ്. ഏത് റിലേഷനാണ്, എപ്സിലോൺ ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m. അപ്പോൾ പി ഈക്വൽ ടു √2me. അങ്ങനെയാണെങ്കിൽ ഡി പി ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡി പി ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ദിസ് ഈസ് പി സ്ക്വയർ ഈക്വൽ ടു 2m എപ്സിലോൺ, ദെൻ 2p dp ഈക്വൽ ടു 2m d എപ്സിലോൺ, 2 ക്യാൻസൽ ചെയ്തു, ഡി പി ഈക്വൽ ടു പി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പി എന്ന് പറഞ്ഞ √2me ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, നമുക്ക് ഇവിടെ 2m എപ്സിലോൺ ആയി, പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എം ഉണ്ട്, ഇവിടെ എം ഉണ്ട്, ഇപ്പോൾ √m മുകളിൽ വന്നു, എപ്സിലോൺ റെസ്റ്റ് -1 വരും. 2 ഓക്കെ, 2 ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിലായിരിക്കും 2 ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡി പി ഈക്വൽ ടു m raised to half 1/√2 പുറത്തുണ്ട്, എപ്സിലോൺ റെസ്റ്റ് -12 d എപ്സിലോൺ എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണേ, ഇതിലേക്ക് കൊടുക്കുകയാണ് യൂസിങ് ദിസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പി വി ഡിവൈഡ് ബൈ കെ ടി ഈക്വൽ ടു -4 pi v h ക്യൂബ് ഇൻ്റഗ്രൽ 0 to infinity പി സ്ക്വയറിന് പകരം 2m എപ്സിലോൺ ഡി പി എന്ന് പറഞ്ഞാൽ m raised to half divided by √2 epsilon raised to -12 d epsilon ln of 1 minus z e raised to minus beta epsilon, that is equal to. ഇനി നോക്കാം, ഇവിടെ m raised to half ഉണ്ട്, ഇവിടെ m ഉണ്ട്. അപ്പോൾ m raised to 3/2 എന്ന് വരും. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ √2, ഇവിടെ 4. അപ്പോൾ നോക്കാം, ഇവിടെ 4നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്, 2 × 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്.
ഈ ഇതിലൊരു 2 ഇവിടുത്തെ 2 റൂട്ട് 2 ക്യാൻസൽ ചെയ്താൽ ഇവിടെ നിന്ന് വരും √2 വരും. ഈ √2 ഈ 2 കൂടിയാൽ 2⁵3/2. ഇവിടെ ഒരു 2 ആയിട്ട് മാറും, ഇവിടെ 2⁵3/2 ആയിട്ട് മാറും. അപ്പോൾ ഈ റിലേഷൻ ഒന്നുകൂടി ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ആയിട്ട് മാറി 2πv/h³ ഇൻ്റഗ്രൽ 0 to ∞ 2 എന്നുള്ളത് എന്തായിട്ട് മാറി 3/2 എമ്മിൻ്റെ വാല്യൂ 3/2. അപ്പോൾ അത് മൊത്തം 2m⁵3/2 ആക്കി മാറ്റി. ഇനി ഇവിടെ ε⁻² ഉണ്ട്, ഇവിടെ എപ്സിലോൺ ഉണ്ട്. അപ്പോൾ ε⁻+1/2 d എപ്സിലോൺ ln of 1 - z e⁻β∈. ഓക്കെ, റിലേഷൻ ഇതിലേക്ക് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -2πv/h³ 2m⁵3/2 ഇൻ്റഗ്രൽ 0 to ∞ ε⁻1/2 ln of 1 - z e⁻β∈ into d epsilon. This is the PV/kT. This is the relation for the pressure in equation number 4 നോർത്ത്. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2 നോക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? നമ്പർ ആയിരുന്നു. നമ്പർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? n is equal to ഇക്വേഷൻ നമ്പർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? n is equal to സിഗ്മ എപ്സിലോൺ 1/z⁻1 e⁻β∈ -1. ഇതാണ് എന്ത് നമ്മളെ നമ്പർ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സിഗ്മനെ നമ്മൾ ഇൻ്റഗ്രലാക്കി കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് ഇതുപോലെ ചെയ്ത പ്രൊസീജിയർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് n is equal to 2πv/h³ 2m⁵3/2 ഇൻ്റഗ്രൽ ε⁻1/2 d epsilon z⁻1 e⁻β∈ ഫ്രം 0 to ∞. അതായത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ ക്വാണ്ടിറ്റി എന്ത്? സിഗ്മൻ്റെ ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു ക്വാണ്ടിറ്റി, ഇക്വേഷൻ നമ്പർ 2 ഇതാണ് ക്വാണ്ടിറ്റി. അഡീഷനായിട്ട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 നെഗറ്റീവ് ഇല്ല. അപ്പോൾ 2πv/h³ 2m⁵3/2 ഇൻ്റഗ്രൽ ε⁻1/2 d epsilon. ബാക്കി നിലവിലുള്ള ക്വാണ്ടിറ്റികൾ മാത്രം. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4 നോക്കാം. ഫ്രം ഇൻ്റഗ്രൽ 0 to ∞ ആണ്. അതായത് എപ്സിലോണിൻ്റെ വാല്യൂ ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഫ്രം 0 to ∞. 0 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം, അതായത് ഒരു എന്താ പറയുക ഗ്രൗണ്ട് ലെവൽ, അതായത് എപ്സിലോൺ ഈക്വൽ ടു 0 നമ്മൾ ഗ്രൗണ്ട് ലെവൽ. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എപ്സിലോണിൻ്റെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 0 വരുന്നുണ്ട്, മൊത്തം ടേം 0 ആയിട്ട് പോകും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 0 വരുന്നുണ്ട്, മൊത്തം ടേം 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3യും 4ഉം എന്ന് പറയുന്നത് ഒരു 0 വെയിറ്റ് ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കിട്ടുന്നുണ്ട്. എപ്സിലോൺ ഈക്വൽ ടു 0. അതായത് എപ്സിലോൺ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ നമ്പർ 4ൻ്റെയും ഇക്വേഷൻ നമ്പർ 3യുടെയും ദിസ് ഈസ് 3 ഇക്വേഷൻ നമ്പർ 3യുടെയും ഇക്വേഷൻ നമ്പർ 4ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 and 4 gives 0 weight factor. 0 weight factor to the energy level epsilon equal to 0. അതായത് എപ്സിലോൺ ഈക്വൽ ടു 0 എന്ന് പറയുന്ന എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 0 വെയിറ്റ് ഫാക്ടറാണ് ഇക്വേഷൻ നമ്പർ 3യിലും ഇക്വേഷൻ നമ്പർ 4യിലും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമ്പർ 3നെയും ഇക്വേഷൻ നമ്പർ 4നെയും നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ മാത്രം നമ്മൾ ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഇക്വേഷനെ 2 ടേമായിട്ട് എഴുതാം, അഡീഷനായിട്ട് 2 ടേമായിട്ട് എഴുതാം. ഒന്നാമത്തെ ടേം എന്നുള്ളത് എപ്സിലോൺ ഈക്വൽ ടു 0യിലും രണ്ടാമത്തത് എപ്സിലോൺ നോട്ട് ഈക്വൽ ടു 0യിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് സ്പ്ലിറ്റ് ഇക്വേഷൻ സ്പ്ലിറ്റ് എപ്സിലോൺ ഈക്വൽ ടു 0.
ഒന്നാമത്തെ ടേം. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് അതർ എനർജി ലെവൽസ്, മറ്റുള്ള എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സമ്മേഷൻ ആയിട്ട് നമ്മൾ എഴുതാണ്. അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് ഇക്വേഷൻ നമ്പർ 1 നോക്കാം. ഇക്വേഷൻ നമ്പർ 1 പി വി ഡിവൈഡ് ബൈ കെ ടി സീക്വൽ ടു എന്തായിരുന്നു? പി വി ഡിവൈഡ് ബൈ കെ ടി സീക്വൽ ടു എന്തെങ്കിലും ഇക്വേഷൻ ഒന്നാമത് ഇക്വേഷൻ സിഗ്മ മൈനസ് ln ഓഫ് 1 മൈനസ് സെറ്റ് ഇ റെസ്റ്റ് മൈനസ് ബീറ്റ എപ്സിലോൺ എന്നാണ്. ഇതിൽ എപ്സിലോൺ സീക്വൽ ടു 0ൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ മൈനസ് സിഗ്മയുടെ ആവശ്യമില്ല, കാരണം സിംഗിൾ പാർട്ടികളാണ്. അപ്പോൾ സിഗ്മ ഈസ് നോട്ട് നീഡ്. ln ഓഫ് 1 മൈനസ് സെറ്റ് ഇ റെസ്റ്റ് 0 1 മൈനസ് സെറ്റ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 1 വരാം. ഇക്വേഷൻ നമ്പർ 2ലും ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദിസ് വൺ സിഗ്മ എപ്സിലോൺ 1 ഡിവൈഡ് ബൈ സെറ്റ് റെസ്റ്റ് മൈനസ് 1 ഇ റെസ്റ്റ് ബീറ്റ എപ്സിലോൺ മൈനസ് 1. അപ്പോൾ അതിൽ എപ്സിലോൺ സീക്വൽ ടു 0ൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ സിഗ്മ ആവശ്യമില്ല, 1 മൈനസ് സെറ്റ് റെസ്റ്റ് മൈനസ് 1 ഇ റെസ്റ്റ് 0 മൈനസ് 1. അപ്പോൾ എന്തോന്നു? n is equal to 1 divided by z raised to minus 1 1. This is equal to 1 divided by 1 minus z minus 1, that is equal to z divided by 1 minus z. This is the n. Okay, sorry, this is the n. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 3ലും ഇക്വേഷൻ നമ്പർ 4ലും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 3 ബിക്കംസ് പി വി ഡിവൈഡ് ബൈ കെ ടി ഈക്വൽ ടു മൈനസ് ഓഫ് 2 പൈ വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് 2m റെസ്റ്റ് ടു 3/2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എപ്സിലോൺ റെസ്റ്റ് മൈനസ് ഹാഫ് ln ഓഫ് 1 മൈനസ് സെറ്റ് ഇ റെസ്റ്റ് മൈനസ് ബീറ്റ എപ്സിലോൺ ഡി എപ്സിലോൺ മൈനസ് ln ഓഫ് 1 മൈനസ് സെറ്റ് എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ n ഈക്വൽ ടു 2 പൈ വി ഡിവൈഡ് ബൈ എച്ച് ക്യൂബ് 2m റെസ്റ്റ് ടു 3/2 ഇൻ്റഗ്രൽ എപ്സിലോൺ റെസ്റ്റ് ടു ഹാഫ് ഡി എപ്സിലോൺ ഡിവൈഡ് ബൈ സെറ്റ് റെസ്റ്റ് മൈനസ് 1 ഇ റെസ്റ്റ് ടു ബീറ്റ എപ്സിലോൺ മൈനസ് 1 പ്ലസ് സെറ്റ് ഡിവൈഡ് ബൈ 1 മൈനസ് സെറ്റ്. ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്താൽ ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുക. ദിസ് 2 ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ 2 ടേംസ് ആയിട്ട് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞത് ഈ ടേം എന്ന് പറഞ്ഞത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് എപ്സിലോൺ ഈക്വൽ ടു 0. ഈ രണ്ടാമത്തെ ടേം ഡിനോട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന ടേം എല്ലാം എന്താണ്? 0 ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ 0 കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ശരിയാണ്, 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി 0 കൊടുത്താലും പ്രശ്നമില്ല, കാരണം ആ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് എന്താണ്? 0 തന്നെയാണ്. സോ ദർ ഇസ് നോ നീഡ് ടു അവോയ്ഡ് ദ 0. അത് 0 കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് 0 കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നോ പ്രോബ്ലം. കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 0 ആയിട്ട് പോകും. കൊടുത്തില്ലെങ്കിലും എന്താണ്? വി കനോട്ട് ബി കാൽക്കുലേറ്റഡ്. അതുകൊണ്ടാണ് ഇവിടെ 0 നമ്മൾ കൊടുക്കുന്നത്. അത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ അത് കുറച്ചുകൂടി എന്ത് ചെയ്യും? 1 തൊട്ട് തുടങ്ങാം. ബട്ട് നല്ലത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കീപ്പ് ചെയ്യുക. അത് 0 വെച്ച് എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ടേക്കിംഗ് 0, കാരണം ഇറ്റ് ഈസ് നോട്ട് കോൺട്രിബ്യൂട്ട് അറ്റ് എപ്സിലോൺ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഓർത്ത് വെക്കാം. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി ഇക്വേഷൻ നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n is equal to എന്താണ്? ഇക്വേഷൻ നമ്പർ 6 നോക്കാം. ഇക്വേഷൻ നമ്പർ 6 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 6 ദിസ് വൺ. ഇക്വേഷൻ നമ്പർ 6 നോക്കാം. ഇക്വേഷൻ നമ്പർ 6 എന്താ പറയുന്നത്? 2 പൈ വി 2m റെസ്റ്റ് 3/2 integral 0 to infinity epsilon raised to 1/2 d epsilon divided by this one plus this one. Okay,
നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ് വൺ. ശരിയല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻ നമ്പർ 6നെ വോളിയം വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താ കിട്ടുക, ഇക്വേഷൻ നമ്പർ 6 ബിക്കംസ് n divided by v is equal to 2 pi divided by h cube 2m raised to 3 by 2 integral 0 to infinity epsilon raised to half d epsilon divided by z raised to minus 1 e raised to beta epsilon minus 1 plus z divided by volume into 1 minus z. ഇവിടെയും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇവിടെയും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ പുതിയ 6, ഇക്വേഷൻ നമ്പർ 6 എന്നാണ് പുതിയ 6 ഇതാണ്. ഓക്കെ, ഇനി ഇതിൽ നോക്കാം. എപ്സിലോൺ ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ, എപ്സിലോൺ ഈക്വൽ ടു 0 എടുക്കുകയാണെങ്കിൽ n ഡിവൈഡ് ബൈ വി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? z ഡിവൈഡ് ബൈ വി ഇൻറ്റു 1 മൈനസ് സെഡിന് ഈക്വലാണ് അല്ലേ? ദിസ് വിൽ ബി ഈക്വൽ, അതായത് എപ്സിലോൺ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്നാണ് ഗ്രൗണ്ട് സ്റ്റേജിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. സോ വി ക്യാൻ പുട്ട് n0. അപ്പോൾ ഫ്രം ദിസ് n0 is equal to this one z divided by v into 1 minus v ഉണ്ടാവില്ല into 1 minus z. This will be n0. That will be equal to n0 എന്ന് പറഞ്ഞാൽ സാധാരണ n എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ n എപ്സിലോൺ ആണ്. ശരിയല്ലേ? മീൻ ഓക്യുപ്പേഷൻ നമ്പറിൻ്റെ സമ്മേഷനാണ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രൗണ്ട് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സമ്മേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം എന്ത് വന്നാൽ മതി? എക്സ്പെക്റ്റേഷൻ ഓഫ് n0 ചെയ്താൽ മതി. ഓക്കെ, n0 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ n0 ഈക്വൽ ടു, ഇതുമായി ഡീൽ ചെയ്യുന്നത് ബോസ് സിസ്റ്റമാണ്. ബോസ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്താണ്? ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. അതായത് ഒരു ലെവലിൽ തന്നെ പാർട്ടിക്കിൾസ് എന്തായിരിക്കാം? എം ടി ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യാം, 2 പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യാം. എത്ര വരെ പോകാം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരെ എന്ത് ചെയ്യാം? ഒരു സിംഗിൾ ലെവലിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും ഫോർ എ ബോസ് സിസ്റ്റം. അപ്പോൾ n0 ഈക്വൽറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി വരെ വരാം. സപ്പോസ് n0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, n0ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇതൊക്കെ n0 ഈക്വൽ ടു ദിസ് ആണ്. അപ്പോൾ ഈ റിലേഷൻ പ്രകാരം ഇത് ഇക്വേഷൻ വെച്ചിട്ടാണ് n0ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ബിക്കം 0. അങ്ങനെ 0 ഡിവൈഡ് ബൈ 1, ദാറ്റ് വിൽ ബി 0. അപ്പോൾ n0 0 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. n0ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ, n0ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നോക്കാം, സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രം 0 to 1 വേരി ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഫിഗാസിറ്റി ഫോർ ഐഡിയൽ ബോസ് സിസ്റ്റം is 0 less than or equal to z less than or equal to 1 എന്നതായിരിക്കും ഉണ്ടാവുക. ഫിഗാസിറ്റിൻ്റെ ടേംസ് എന്നത് എന്താണ്? ഫ്രം 0 to 1. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി സപ്പോസ് z is equal to 1 എന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുക്കണം. z is equal to 1 എന്നുള്ളൊരു അസംഷനിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റിയാണ്. അതായത് n0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളും, ഓൾ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ എവിടെയായിരിക്കും? അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. അതായത് എല്ലാ പാർട്ടിക്കിളും ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബോസ് സിസ്റ്റത്തിൻ്റെ കേസിലുള്ള എല്ലാ പാർട്ടിക്കിളും ഒക്യുപ്പൈ ചെയ്യുന്നത് എവിടെയായിരിക്കും?
അറ്റ് ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈ ഫിനോമിനൊക്കെ പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. അപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ്റെ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, the accumulation of particle into a single state at epsilon is equal to 0 leads to the phenomena of Bose Einstein condensation. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതായത് the accumulation of particles into a single state epsilon is equal to 0 leads to the phenomena of Bose Einstein condensation. ഇപ്പോൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ the accumulation of particles for a whole system, for a system, the accumulation of all particles in a system into a single state അല്ലെങ്കിൽ single level at epsilon is equal to 0.